എന്താ തമ്പുരാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞൂടെ? അതെ, എല്ലാം കഴിഞ്ഞ് ഒരു 2 ലക്ഷം വേണേ തരാം. വേണ്ട. നാട്ടുകാരുടെ മുന്നിൽ കൈ നീട്ടുമ്പോഴും എംബ്രാൻ എന്നെ ഓർത്തില്ലല്ലേ? എന്റെ മോനിപ്പ രാജാവാ, കണ്ടില്ലേ? നിങ്ങൾ ചോദിച്ചാൽ അവൻ എന്തും തരുമല്ല. എംബ്രാൻ എത്ര കടയുണ്ട്, അത് ഞാൻ വീട്ടും. ആലീസിന്റെ കല്യാണം നമുക്ക് ഗംഭീരായിട്ട് നടത്തണം. അതിനെത്രയാ വേണ്ടാച്ചാ ചോദിച്ചോ. ഇതൊക്കെ മുകളിലിരിക്കുന്നവന്റെ ഒരു കറക്കിക്കുത്തില്ല തമ്പുരാ. അതൊന്നും നമുക്ക് തടയാൻ പറ്റൂല. ജോസേ, എംബ്രാൻ എത്രയാ വേണ്ടെന്ന് വെച്ചാ കൊടുത്തേക്ക്. പ്രമാണൊക്കെ നമുക്ക് സൗകര്യം പോലെ ശരിയാക്കാം. ജോസ് നമ്മുടെ മാനേജരാ. നമസ്കാരം. അപ്പൊ മുതലാളി വിട്ടോ, നിങ്ങളുടെ കാശ് വീട്ടിലെത്തും. ഞങ്ങള് ബിസിനസ് ഒന്ന് സംസാരിക്കട്ടെ. നിന്റെ അച്ഛൻ്റെയും വിയർപ്പ് വീണ മണ്ണായത്. അത് നിന്റെ കയ്യിൽ വരുന്നതില് എനിക്ക് സന്തോഷമുള്ളൂ. എംബ്രാനിപ്പോ ഹാപ്പി ആയില്ലേ? നമുക്കൊന്ന് പൊട്ടിച്ചാലാ? പഴയ പോലെ വാറ്റല്ല, സ്കോച്ചാണ്, സ്കോച്ച്. ഷുഗർ പിടിച്ച പശുവിന്റെ പാലാണ്. കുറച്ച് ഗോമൂത്രം മിക്സ് ചെയ്തിട്ടുണ്ട്, നിന്റെ തലയിലോട്ട് ഒഴിക്കട്ടെ? അയ്യോ വേണ്ടേ, ഞാൻ സൂപ്പർ സ്റ്റാർ ആയി പോവും. സൂപ്പർ സ്റ്റാർ രാജ്കുമാർ കില്ലടക്കിന് ഏതാ ടിക്കറ്റ് കൂടി മാത്രം. വാ വാ വാ. ഇതാണ് സാറേ, സാറിന് ഫ്രീ പാസ് ആട്ടോ. വേണ്ട, ഞാൻ ടിക്കറ്റ് എടുത്ത് കണ്ടോളാം. പിന്നെ സൂപ്പർ സ്റ്റാർ രാജ്കുമാറിന്റെ സിനിമ പുള്ളാതിന് മുമ്പിൽ പൂഞ്ഞാലി രാജാവിന്റെ സിനിമ പുള്ളാകുന്ന കാശ് വാരി എറിഞ്ഞിരിക്കാനുള്ളത്. നിങ്ങൾ പോകാൻ കഴിച്ചിരിക്കുന്ന ആൾക്കാരെ കരുമാറുടെ ഏതെങ്കിലും ഡയലോഗ് തിയേറ്ററിൽ കേൾക്കാണ്ട് വന്നാ മലപ്പുറം കത്തിയാണ് നിങ്ങളുടെ പൂളിക്കളയും. രാജ്കുമാറിന് എനിക്ക് പ്രശ്നമല്ല. ഞാൻ രാജ്കുമാർ സാറിന്റെ പടത്തിൽ ഡയലോഗ് പറഞ്ഞല്ലേ അഭിനയം പഠിക്കാൻ. ഒരു ബോർഡ് കിട്ടാ. ശശിയണ്ണ, പാലിന്റെ കാശ്. പാലിന്റെ കാശ് എത്ര ലിറ്ററാ? 100. രാജ്കുമാർ സാറിന്റെ വലിയ ശരീരം നനഞ്ഞു വരണ്ടേ, അപ്പൊ അത്രയും പാല് വേണ്ടെന്ന്. 10 ലിറ്റർ പാല് 90 ലിറ്റർ വെള്ളം ചേർക്കുള്ളൂ. അത് നിങ്ങളുടെ തന്ത. എനിക്ക് എന്റെ തന്തയെ പോലെയാണ് രാജ്കുമാർ സാർ. അങ്ങേരുടെ പാല് ഞാൻ വെള്ളം ചേർക്കോ? അങ്ങേരുടെ പാലോ? നിങ്ങളുടെ സൂപ്പർ സ്റ്റാറിന്റെ പശുവാണോ? എന്റെ ശശിയാണ് ഇതിന് വെള്ളം ചേർത്തെന്താ? നിങ്ങൾ എന്റെ പേരിൽ 300 ലിറ്റർ കണക്കെടുത്തി എടുക്കൂലേ? ആ കാശ് അങ്ങനെ കൊടുക്കാൻ. ഷൂട്ടപ്പോഴാ തുടങ്ങുന്നത്? ഞാനാണ് പറയേണ്ടത്, അവരല്ലേ? നീ അവിടെ പോയി ചോദിക്കടാ. ചോദിച്ചിട്ട് നിവർത്തിയില്ല മനുഷ്യന്. തിയേറ്ററിൽ ആള് തീരില്ല. നമ്മളിവിടെ ഫാൻസാരെ കണക്കല്ലേ കരുമാടിക്ക് കൂവാൻ കയറ്റിയത്. ആ രാജ്കുമാർ സാറിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് വന്നേരെങ്കിലും പുള്ളിയുടെ പടത്തിന് കയറ്റിക്കൂടെ? നിങ്ങൾ കൂവാൻ കയറ്റിയ ആൾക്കാരൊക്കെ മണിയുടെ പടം കണ്ട് കൈയടിക്കാണ്. ഒന്ന് പോയാ അവിടുന്ന്. രാജ്കുമാർ സാറിന്റെ പടത്തിനെ മോർണിംഗ് ഷോക്ക് അല്ലെങ്കിൽ ഇത്തിരി ആള് കുറയും. മാറ്റിനെ ആവുമ്പോ നോക്കിക്കോ, പൂരത്തിലുള്ള ആൾക്കാരുണ്ടാവും. തേക്കുംകാട് മൈതാനിലായിരിക്കും. നീ വന്ന് ആ ചെണ്ടക്കാരെ വിളിച്ച് മാറ്റിക്കേറ്റ്. ഇക്കടക്കിന് ആരും കയറാൻ വഴിയില്ല. ഷോ കഴിയുമ്പോ ഊണ് മേടിച്ചു കൊടുക്കുവോ? ഊണൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. പറഞ്ഞോട്ടേക്ക്. ഇനിയിപ്പോ അയാളടുത്ത് എന്തെന്ന് പറയും? 1 മണിക്കൂറായി തുടങ്ങിയിട്ട് എന്റെ കോപ്പിലൊരു ഫോൺ വിളി. ഇങ്ങനെ ഷൂട്ടിംഗ് ബ്രേക്ക് ആകുമ്പോഴാണ് റിലാക്സ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നത്. മുമ്പ് ആലുവ എടുത്തുണ്ടോ? മോനെ, ഒരു മിൽക്ക് ഷേക്ക് കൂടെ എടുത്തോ, ഇത്തിരി ബദാം കൂടെ ഇട്ടോ. ശരി സാർ. ഒരു വല്ലാത്ത പരിപാടി. ഇപ്പൊ എത്ര നേരം ചൊറിഞ്ഞിട്ടിരിക്കാനും വയ്യ. എന്ത് കഷ്ടം നോക്കി. സാറേ ഇതെപ്പ തുടങ്ങും? എനിക്കൊന്ന് മൂത്രം ഒഴിക്കാനാണ്. എന്നാ ഞാൻ ഒഴിപ്പിച്ചു തന്നോ? അപ്പൊ ഇത് ഊരിലേക്ക് ചാക്കിനകത്ത് മൂത്രം ഒഴിക്കണോ? ഓ ഇങ്ങോന്നേ. എന്താ സാർ? ഈ തൊളവട അവിടെ വെച്ചട്ടെ ഇവിടെ ഒരു തൊളിയിട്. അയ്യോ സാർ, ആ ഉഴുന്നോടേം കൊണ്ടുവരും. ശരി സാർ. ഓ, ഷൂട്ടിംഗ് നടന്നില്ലെങ്കിൽ ഷാപ്പാറിനൊരു കുഴപ്പമില്ല. വെട്ടി വിഴുങ്ങുക. റിഫ്ലക്ടർ അങ്ങോട്ട് മാറ്റി വെക്ക. ഞാൻ ആദ്യം സബ്ജക്റ്റ് കേട്ടപ്പോഴേ പറഞ്ഞതാ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്ന്. വീണല്ലേ? ഓക്കെ. സാറേ,
മലബാർ കോഴിക്കോട് ഭാഗത്തൊക്കെ ഭയങ്കര പോക്കായിട്ടോ പടം കയ്യിന്ന് പോയി. തിരുവനന്തപുരം തിരുവനന്തപുരത്ത് നല്ല കൂവല. അടുത്ത ഷോയ്ക്ക് ആരും ഇല്ലെന്നാ പറയണേ. അപ്പൊ പിന്നെ ഇനി ഇയാളെ വെച്ചെടുക്കണോ? പാലക്കാടും പോയി. എനിക്കറിയായിരുന്നു. 18ഉം 19ഉം ഷിജിക്ക് വർക്കില്ല കേട്ടോ. പക്ഷെ റൂം പറഞ്ഞിട്ടുണ്ട്, തലേന്നേ പോരെ. ആ വാവച്ച സാറിന് എന്തോ പറ്റി? അയാൾ ഇരിക്കുന്നു നിൽക്കുന്നു നടക്കുന്നു, പിന്നെ ഇരിക്കുന്നു നിൽക്കുന്നു നടക്കുന്നു, എന്തുവാ? അതുപോലെ പൈസന്റെ ആയിരിക്കും. മൂലക്കുരുവോ? അതിങ്ങനെ നടന്നാ മാറുവോ? എന്നാ പിന്നെ ഇവിടെ വർക്കോ നടക്കുന്നില്ല, ഞാനൊന്ന് നടന്നേച്ചു വരാം. ഇതൊക്കെ എന്ത്? അതെ, ഇതിപ്പോ ഇങ്ങനെ പോയ എങ്ങനെ ഷൂട്ടിംഗ് നടക്കണ്ടേ? ഇറങ്ങി ഇവിടെ തന്നെ റിസൾട്ട് അറിയാതെ മൂപ്പരിനെ അഭിനയിക്കത്തില്ല, അങ്ങനെ പതിവ്. ഈ മൂവിയുടെ ഷൂട്ടിംഗ് ഇങ്ങനെ പോകുന്നെങ്കിൽ എന്റെ സാൻ ഫ്രാൻസിസ്കോയിൽ വീടങ്ങ് വിൽക്കേണ്ടി വരും. എന്തെങ്കിലും ഒന്നും ചെയ്യാതെ പറ്റത്തില്ല കേട്ടോ. സാറേ, ഇവിടെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ ഇങ്ങനെയൊക്കെ തന്നെയാ. മൂപ്പരെ പുതിയ പടം റിലീസ് ചെയ്യുന്ന ടെൻഷനില്ല. അത് കഴിയാതെ ഷൂട്ടിംഗ് നമുക്ക് തോന്നുന്നില്ല. ഈ സാൻ ഫ്രാൻസിസ്കോയിലെ വീട് ഈ കോപ്പനോട് 1000 വട്ടം പറഞ്ഞാൽ ഇത്രയും വലിയ സെറ്റപ്പ് ഇന്ന് വേണ്ട എന്ന് ചോദിച്ചാൽ ഞാൻ ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കും. അങ്ങേരും കൂടെ വിചാരിച്ചാലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നീ പോയിട്ട് രാജനെ വിളിച്ചു. ഏത് രാജൻ? രാജ്കുമാറിനെ. അങ്ങനെ പറയല്ലേ, അങ്ങേര് ഭയങ്കര ദേഷ്യക്കാരനാ. നമുക്ക് എല്ലാവർക്കും കൂടെ പോയി അങ്ങേരുടെ കാലെ പിടിച്ച് വീണ കാര്യം നടക്കും. വീണ കാര്യം നടക്കും, എനിക്ക് ഉറപ്പാ. വാ. ഒന്നും പറ്റിയില്ല, വാ. എന്നാതിന്? അതെ, നമ്മുടെ മുഖഭാവം കണ്ട മൂപ്പർക്ക് തോന്നണം പടം സൂപ്പർ ഹിറ്റാണ്. അതെ അതെ, ചെല്ലി ചെന്ന് മൂട്ടറ വായി നോക്കിക്കത് അങ്ങോട്ട് ചെല്ലേ. എന്താണ്? കൺഗ്രാജുലേഷൻ സാർ. കോഴിക്കോടും കണ്ണൂരും ഒക്കെ ഹൗസ്ഫുള്ളാ. തിരുവനന്തപുരത്താണെങ്കിൽ കയ്യടി കാരണം ഡയലോഗുകൾ കേൾക്കാൻ പറ്റുന്നില്ലെന്നുള്ള പരാതിയാ. ഭയങ്കര ഹിറ്റാ. അതെ, ഷൂട്ടിംഗ് തുടങ്ങാന്ന് പറഞ്ഞു. ആരെങ്കിലും വിളിച്ചോ? ഇപ്പൊ എന്റെ ഒരു സുഹൃത്ത് അങ്ങോട്ട് വിളിച്ച് വെച്ചതേ ഉള്ളൂ. പുള്ളി പറഞ്ഞെന്നറിയോ, ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു പടം കണ്ടിട്ടില്ല. നല്ല പടാ, ഫാമിലിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവരെ കൂവി തോപ്പിക്കാൻ കുറെ അമ്മമാരുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങാം. ഫാൻസാർ ഭയങ്കര ഹാപ്പിയാണ്. അതാണ് ഷൂട്ടിംഗ് തുടങ്ങാൻ പറഞ്ഞു. സന്തോഷ വാർത്ത തരാൻ സാറിന്റെ ആളെത്തി. ആ ചിരി കണ്ടാ അറിയാം, കൊച്ചു ഒക്കെയാ. സാറേ, പടം സൂപ്പർ ഹിറ്റാ. അറിഞ്ഞായിരുന്നു. അപ്പൊ എങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങാം? ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുള്ള ഇന്നങ്ങ് തീർത്താലേ ചെലവ് പറഞ്ഞു. അടങ്ങന്റെ വാവച്ച, ഒരു പടം സൂപ്പർ ഹിറ്റ് ആവുന്നതിന്റെ ടെൻഷൻ വല്ലതും ഇയാൾക്കറിയൂ? അതെ, ചുമ്മാ കാശങ്ങ് ചെലവാക്കിയാ പോരെ. എനിക്കൊന്നും അറിയത്തില്ലോ. ഡയറക്റ്റ് ലഞ്ച് കഴിഞ്ഞിട്ടാവാം. അതാരാ? അയ്യോ, ഞാൻ മറന്നു. ഈരാളി വന്നു. ഒരു ചെറിയ ഇന്റർവ്യൂ, 10 മിനിറ്റ്. ഞാൻ പെട്ടെന്ന് റെഡിയാവും. വെറുതെ നിൽക്കാതെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി. ഒക്കെ റെഡിയാണ്. ക്യാമറ സൂം ചെയ്തോ. കണ്ടില്ലേ, പടം ഹിറ്റ്. വെറും ഹിറ്റ് അല്ല, സൂപ്പർ ഹിറ്റ്. താങ്ക് യു. നീരാളി. ഓ, ഇന്നിനി നോക്കണ്ട. ഇന്ന് ഷൂട്ട് നേരത്തെ തരും. കഴിഞ്ഞ 2 പടവും സൂപ്പർ ഹിറ്റ് അല്ല, അത് സംവിധായകരുടെ പ്രശ്നം. പക്ഷെ താൻ എന്തൊക്കെയാണോ എഴുതി കൂട്ടിയത്? ഇപ്പൊ എന്തു പറയുന്നു? ഇപ്പോഴും അതുപോലൊക്കെ തന്നെ, ഒരു മാറ്റവും ഇല്ല. എന്ന് വെച്ചാൽ പഴയതിനേക്കാളും മോശാഭിപ്രായം. നിങ്ങൾ എങ്ങനെ പറയൂ? ഇതൊരു ബുജ്ജിപ്പടമല്ല, ഒരു പക്ക എന്റർടൈനർ. എന്റെ സാറേ, ഞാൻ പടം കണ്ടിട്ട് തന്നെയാ വരുന്നത്. നിങ്ങളുടെ പടത്തിന് എത്ര ആളാന്നാ പറഞ്ഞത്? ശശി, എത്ര ആളുണ്ടാ? അത് പിന്നെ ഒരു 25-50 അത്രേ ഉള്ളൂ. എന്നാ പിന്നെ ക്രൈം ഡൗൺ. ഉള്ള 100-500 ഫാൻസുകാരെ അപ്പുറത്തെ പടത്തിന് കൂവാൻ കയറ്റിയില്ലേ? സത്യമല്ലേ ശശിയെ ഞാൻ പറഞ്ഞത്? സത്യമാണോ? പറഞ്ഞു കൊടുക്ക് ശശി. നിങ്ങൾക്ക് ചുറ്റുമുള്ള ഉപജാപക വൃന്ദത്തിന്റെ പുകഴ്ത്തൽ മാത്രം കേട്ടാൽ പോരാ സാറേ. കാലം മാറി. ഒരു സൂപ്പർ താരങ്ങളും ഇല്ലാത്ത പടം ഓപ്പോസിറ്റ് സൂപ്പർ ഹിറ്റായി ഓടുന്നത് കണ്ടില്ലേ? എഴുന്നേറ്റ് പോണു. എന്നെന്തിനാ നോക്കുന്നത്? എടോ ഈരാളി, ഒന്ന് എഴുന്നേക്കാവോ? അതാരാ പോയത്? സാറ് പോയി. എന്താ? ഏത് സമയത്താണ് നിന്നെ ഇങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തേ? നീ ഈരാളി അല്ലടോ. ഈരാളി എല്ലാത്തിലും കഴിഞ്ഞു.